السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. وعليك حبا يا رسول الله من عند ذا العشي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഈ മഹല്ലത്തിലെ അധ്യക്ഷന്മാരുകൾ, അതേപോലെ സെക്രട്ടറി അടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി തങ്ങൾ, നല്ലവരായ മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പണ്ഡിതന്മാരെ, ഇൻഷാ അല്ലാഹ് മഗ്രിബ് ബാങ്ക് കൊടുത്തോളാണ് ഞങ്ങൾക്ക് ടൈം എന്ന് പറയും. കാൽ ഗണ്ട ഇൻഷാ അല്ലാഹ് വലിയൊരു ധന്യമായ അള്ളാഹു സ്വീകരിക്കടൻകത്തെ വലിയൊരു മജ്ലിസാണ്. അള്ളാഹു ഞങ്ങളിൽ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഉറക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ പ്രസ്ഥാനത്തിനെ സ്ഥാപിക്കുമ്പോൾ എല്ലാ മഹാന്മാർ അടക്കമുള്ള കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള ബലിബലിയ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഒരുമിച്ച് കൂടിയപ്പോ കൂടിയിട്ട് ബിസ്മിൻ കൂട്ടിയിട്ട് ഫാത്തിഹ വിളിച്ചിട്ട് അവിടെ നിന്ന് ദുആർന്നിട്ട് തുടങ്ങുന്ന ആ ഒരു സന്ദർഭം വലിയൊരു സന്ദർഭമാണ്. അവിടെ നിന്ന് മഹാനായ ഉറക്കൽ മുല്ലക്കോയ തങ്ങൾ രണ്ട് കരം അള്ളാഹുവിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദുആ ചെയ്തു. അള്ളാഹുവെ, ഈ പ്രസ്ഥാനത്തിന്റെ കൊടിയുടെ കീഴിൽ, ഈ പ്രസ്ഥാനത്തിന്റെ സമസ്ത എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ആരൊക്കെ പ്രവർത്തിക്കിടാറ് എല്ലാവരെയും നീ സിറാത്തുൽ മുസ്തഖീമിൽ എത്തിയിട്ട് അള്ളാഹുവിന്റെ മനോഹരമായ സ്വർഗത്തിലേക്ക് കൊണ്ടുവരണേ എന്നുള്ളൊരു ദുആ മഹാനായ ഉറക്കൽ മുല്ലക്കോയ തങ്ങൾ ദുആ ചെയ്യുമ്പോൾ വലിയ വലിയ ഔലിയാക്കൾ പോലോത്ത മഹാന്മാർ അവിടുന്ന് ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രസ്ഥാനത്തിൽ ഈ സമസ്ത എന്താണ്? സമസ്ത ആരാണ്? സമസ്തയെ നയിക്കുന്നത് ആരാണ്? സമസ്തന്റെ നേതാക്കൾ എന്നുള്ള സവിസ്താരമായിട്ട് മഹാനായ ഉസ്താദ് തങ്ങളവരുകളിലൂടെ പറഞ്ഞു തന്നു. ചെറിയൊരു കറാമത്താണ് അവിടുന്ന് മഹാനായ ശംസുൽ ഉലമാന്റെ കണ്ണ് കാണാത്ത രണ്ട് മക്കൾക്ക് ലൈവിൽ ആളുണ്ട്, അയാൾക്കുള്ള അനുഭവം മഹാനായ സയ്യിദ് അവരുകളിലൂടെ ഓർമ്മപ്പെടുത്തി. രണ്ട് മക്കൾക്ക് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയുള്ള കാരണം മഹാനായ ശംസുൽ ഉലമാന്റെ സിയാറത്താണ്, അവിടുത്തെ നോട്ടമാണ്. ആ നോട്ടം കിട്ടുക വേണമായിട്ട് അള്ളാഹു ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആരാണ് സമസ്തയെ കൊണ്ടുവന്നത്? എന്തിനാണ് സമസ്തയെ കൊണ്ടുവന്നത്? സവിസ്താരമായിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ ബണ്ട പ്രഭാഷകന്മാർ വിസ്താരമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ അത് ചെവി കൊടുത്തിട്ട് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്ക്, സമസ്തയുടെ ഓരോ ഔലിയാക്കളെ, സമസ്തയെ നട്ടുവെച്ച ഓരോ പണ്ഡിതന്മാരെ കഥ എടുത്ത് നിങ്ങൾ നോക്കിയെങ്കിൽ, അവരുടെ ജീവിതം, അവരുടെ ജീവിതചര്യ നിങ്ങൾ എടുത്ത് നോക്കിയെങ്കിൽ അതാണ് സമസ്ത എന്ന് വേറെന്തും ഞങ്ങൾക്ക് വേണ്ടതാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴിയിലൂടെ എല്ലാ ദിവസവും 5 വക്ത് നിസ്കാരത്തിൽ ഞങ്ങൾ ദുആർക്കിടുന്നത് അല്ലാഹുവേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴിയിൽ ഞങ്ങളെ നീ സഞ്ചരിപ്പിക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യുമ്പോൾ ഏതാണ് ചൊവ്വായ വഴി എന്ന്, ഏതാണ് മുസ്തഖീമായ വഴി, ഏതാണ് ആ മുസ്തഖീമായ വഴി എന്ന് ചോദിച്ചാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള വലിയ പ്രസ്ഥാനത്തിന്റെ ആലിമ്യങ്ങൾ നട്ടുവെച്ച ആ പ്രസ്ഥാനമാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നതിൽ സംശയം ആർക്കും വേണ്ട. കാരണം എന്തേ, ഒരു ഖറാഅത്ത് പോലും ചെയ്യാത്ത ഞാൻ മിഞ്ഞാന്ന് വെള്ളിയാഴ്ച ചൊന്നതുപോലെ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ എത്ര വലിയ സൂക്ഷ്മതയുള്ള ജീവിതമാണ്, എത്ര വലിയ കറാമത്തിന്റെ മനുഷ്യനാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയന്നുകൊണ്ട് ജീവിച്ച മഹാനാണ് സയ്യിദുനാ കണ്ണിയത്ത് ഉസ്താദ്. എത്ര വലിയ മഹാനാണെന്ന് പറഞ്ഞാൽ, ഒരു ഹൗദിലേക്ക് വീണപ്പോ ഒരു രൂപയാണ് ഹൗദിലേക്ക് വീണത്. ഉളുവെടുക്കുമ്പോ ബഗ്ഗുമ്പോ 1 രൂപ ഹൗദിലേക്ക് വീണപ്പോ ഉസ്താദിന്റെ ബയസായി ഹൗദിലേക്ക് ഇലിയുകാവാത്തൊരു അവസ്ഥയിലാണ്. ആ സമയത്താണ് ഔലിന്റെ സൈഡിൽ ഉസ്താദ് ഇങ്ങനെ നിന്നോണ്ടിരിക്കുമ്പോ
അവിടെ മുഅസ്സിന് ബാങ്ക് വിളിച്ചിട്ട് ഇഖാമത്ത് കൊടുക്കുക ടൈമായിട്ട് പോലും കണ്ണിയത്ത് ഉസ്താദ് ഔദിന്റെ സൈഡിൽ നിന്ന് ബണ്ടിലെ. അപ്പോഴാണ് ഉസ്താദിന്റെ മുട്ട ഈ അവിടെ നിറഞ്ഞു കൂടിയ ആൾക്കാർ നിസ്കരിക്കുക വന്ന ആൾക്കാർ പോയിട്ട് കേട്ടു, ഉസ്താദെ ജമാഅത്തിന്റെ ടൈമായിട്ട് ചെന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു, എൻ്റെ ഒരു പൈസ ഉറുപ്പ അവിടെ ഔദിലേക്ക് വീണിട്ടുണ്ട്, അതിനെടുക്കുക എനിക്കാവില്ല, കാരണം എനിക്ക് ബയസാണ്. ആ ബയസായത് കൊണ്ട് ഹൗദിലേക്ക് ഇളിയകു നക്കാവില്ല, ആരെങ്കിലും എടുത്തു തന്നാൽ വളരെയേറെ ഉപകാരമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു പൊന്നുമോൻ ആ ഉറുപ്പെടുത്തിട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് 2 ഉറുപ്പ് എടുത്തിട്ട് ആ പൊന്നുമോന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അവിടെ നിന്ന ആൾമാരെല്ലാവരും വല്ലാത്തൊരു ആശങ്കയാണ്, ഒരു ആശ്ചര്യമായിട്ട് നോക്കുകയാണ്. ഉറുപ്പ് അത്ര നേരം നിന്നിട്ട് ഉറുപ്പെടുത്ത് കൊടുത്ത ആ മോനുക്ക് 2 ഉറുപ്പ് കൊടുത്തപ്പോ എന്താണ് ഇതിന്റെ ഉള്ളടക്കം, എന്തിനാണ് ഉസ്താദ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഉസ്താദിന്റെ സൂക്ഷ്മത നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക. ആ മഹാനാണ് ഈ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നട്ടുവെച്ചത്, കാലങ്ങളോളം പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിച്ചത്. ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവിടെ നിന്ന് ജനങ്ങൾക്ക് മറുപടി കൊടുത്തത്, ഓ ജനങ്ങളെ, ഓ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് ഉറുപ്പ് അല്ലാഹു തന്നത് ഈ ഔദിലിട്ട് നശിപ്പിക്കാനല്ല, എനിക്ക് ഉറുപ്പ് തന്നത് ഈ ഹൗദിലിട്ടിട്ട് ബെടുക്കാക്കുകയല്ല. ഈ ഉറുപ്പ് ഞാനെങ്ങാനും ഈ ഹൗദിൽ നിന്ന് എടുക്കാതെ പോയെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടത് ഞാനാണ്. ഈ അഹമ്മദിന് അതിന് ഉത്തരം പറയൂ ഇല്ല എന്ന് സൂക്ഷ്മതയോട് നയിച്ചു പോയ പണ്ഡിതന്മാരുടെ സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. ഓരോ ഔലിയാക്കളെ, ഓരോ മഹാന്മാരെ ചരിത്രമെടുത്ത് നിങ്ങൾ നോക്കുകയും അവിടുത്തെ നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമകളാണ്. അള്ളാഹു മാത്രമല്ലാത്ത വേറൊരു ചിന്തയിലൂടെ കടന്നുപോയവരല്ല. നിങ്ങൾ നോക്കൂ, മഹാനായ ഞങ്ങളെ റായത്ത് തന്നെ ജീവിച്ചു വഫാത്തായി പോയ മഹാനായ ഉസ്താദുൽ അസാത്തിദ്, മഹാനായ ജബ്ബാർ മിത്തബയിൽ ജബ്ബാർ ഉസ്താദിന്റെ ജീവിത ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. ഒരു ഇസ്ത്രി ഇട്ട ഡ്രസ്സ് പോലും ഇടകു പേടിച്ചിട്ട് പോണ്ടെനിക്കത്തൊരു മഹാനാണ്. ദുബായിൽ ഏതോ ഒരു പരിപാടിക്ക് വേണായിട്ട് മഹാനായ ജബ്ബാർ ഉസ്താദ് പോകുമ്പോ ഉസ്താദിന്റെ ഒട്ടിക പോണ്ട ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, ഒരു പ്രഭാഷകൻ ഉണ്ടായിരുന്നു. ആ ഉസ്താദാണെങ്കിൽ പെട്ടിയിൽ 4-5 ഡ്രസ്സ് എടുത്തിട്ട് മടക്കി വെച്ചിട്ട് എന്തുക അവിടെ എങ്ങാനും വേണ്ടി വന്നെങ്കിൽ യൂസ് ആക്കുക വേണായിട്ട് ഉസ്താദിന്റെ ആ പോണ്ട പ്രഭാഷകൻ നല്ല 4-5 ഡ്രസ്സ് എടുത്തിട്ട് പെട്ടിയിൽ മടക്കി വെച്ചിട്ടുണ്ടോ. ഉസ്താദിന്റെ കയ്യിലാണെങ്കിൽ എന്തോ ഇല്ല, ഒരു ചെറിയൊരു ബാഗുണ്ട്. ആ ബാഗിലാണെങ്കിൽ ഒന്ന് മടക്കി വെച്ചിട്ടുള്ള ഒരു കമീസ് ഉണ്ടോ. ഉസ്താദ് ഇട്ട കേട്ട് ആ ശിഷ്യന്മാർ കേട്ട്, ഉസ്താദ് എന്നാ ദുബായിലേക്ക് പോണ്ടതല്ലേ, നല്ല ഒരു കമീസും നല്ലൊരു വസ്ത്രം ഇട്ടിട്ട് പോയാൽ എന്തേ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉസ്താദ് അവിടെ നിന്ന് മറുപടി പറഞ്ഞത് പുഞ്ചിരിച്ചുകൊണ്ട്, എനിക്ക് ആഡംബരത്തിലൂടെ കടന്നു പോകണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല. അള്ളാഹുവെ, എനിക്ക് ഈ വസ്ത്രം ഉണ്ടാകുമ്പോ ഇത് പറഞ്ഞു പോകുന്നതിന് മുമ്പ് വേറൊരു വസ്ത്രം എങ്ങാനും ഞാൻ എടുത്തിട്ട് അള്ളാഹുവിന്റെ മറുപടി പറയാൻ എന്നെ കൊണ്ട് സാധിക്കൂലെന്ന് പറഞ്ഞു. നല്ല നിഷ്കളങ്കമായി സാധുവായി നടന്നുപോയ മഹാനായ, ഞങ്ങളെ കണ്ണിന്റെ മുന്നിൽ നടന്നുപോയ മഹാനാണ് മഹാനായ മിത്വയിൽ ജബ്ബാർ ഉസ്താദ്. ഇന്ന് അദ്ദേഹത്തിന്റെ ഇളവുണു ഞങ്ങളെ തൊട്ടപ്പുറത്തറായത്ത് സേവനമനുഷ്ഠിക്കുകയാണ്. അള്ളാഹു അവിടുത്തെ ദീർഘായുസ് ആഫിയത്ത് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആ മഹാന്റെ താഴ്മ നിങ്ങൾ നോക്കൂ. എത്ര വലിയ പരിപാടിക്കാണെങ്കിൽ അയാൾ പണ്ട് റിക്ഷയിൽ ഏത് കാർ വേണം ഉസ്താദക്ക് വേണം, ഏത് കാർ ഷോറൂമിലേക്ക് കൊണ്ടുപോയിട്ട് ജബ്ബാർ ഉസ്താദിട്ട് കേട്ട്, ഉസ്താദ് നിങ്ങൾക്ക് ഏത് കാറാണ് വേണ്ടത് എന്ന് കേട്ടപ്പാ ഉസ്താദ് പറഞ്ഞത്, എനിക്ക് എന്റെ അംബാസഡർ കാർ മതി, എനിക്ക് ഇന്നപ്പുറം ഒരു കാർ വേണ്ട. ഒരു മുതലാളി കൊണ്ടുപോയിട്ട് ഏത് കാറ് ഉസ്താദ് കൈകാട്ടിയങ്ങുമായി, നിങ്ങൾക്ക് ആ കാർ ഞാൻ എടുത്ത് തണ്ടേട്ട് ടൊയോട്ടയുടെ വലിയ ഷോറൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ ഉസ്താദ് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, നിന്റെ അത്ര പൈസ ഉണ്ടെങ്കിൽ പാവപ്പെട്ട യതീമക്കൾക്ക് കൊടുമോനെ, നക്ക് വേണ്ട, എനിക്ക് സഞ്ചരിക്കുക ഈ കാറ് മൈ എന്ന് ചൊന്നിട്ട് മഹാനായ ജബ്ബാർ ഉസ്താദ് നടന്നു പോയെങ്കിൽ ആ ജബ്ബാർ ഉസ്താദ് നയിച്ചു കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിത പ്രസ്ഥാനം. ആര് നിങ്ങളുടെ ഇപ്പോ എത്ര കഥകൾ ചൊന്നാലും, ഇപ്പോ വേറൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ചൊല്ലുത്തണ്ടേ. വലിയൊരു സൂക്ഷ്മതയുടെ ഒരു ഉടമയായിരുന്നു. 40 വർഷത്തോളം ഈ ജാമിയ എർമാള് പള്ളിയിൽ ഖതീബ് സേവനം ചെയ്ത മഹാനായ
ഹമീദ് ഉസ്താദ്, എന്തൊരു സൂക്ഷ്മതയാണ് ആ മഹാന്റേത്. ഞാൻ ഈ റായത്തക്ക് വന്നിട്ടൂടെ കാല് വെച്ച മുതൽ ഈ റായത്തങ്ങ് ഓരോരുത്തരും ഹമീദ് ഉസ്താദിന്റെ മദ്ഹ് ചൊല്ലാത്ത ഒരു നാളില്ല. എന്തുകൊണ്ട്? മഹാനായ ഹമീദ് ഉസ്താദിന്റെ ജീവിതം അത്ര സൂക്ഷ്മതയാണ്. ഒരു ആഡംബരത്തിൽ ജീവിച്ച മനുഷ്യനല്ല, ഒന്നിനും ആഗ്രഹിക്കാതെ ഒരു സാധുവിൽ സാധുവായി വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു ഉസ്താദ്. എങ്കിലും ഒരൽപ്പം പോലും കിബിറില്ലാതെ. അതാണ് സമസ്തയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ, സമസ്തയുടെ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഒരു ഏഴ് തിങ്കൾ കഴിഞ്ഞു. ഈ 7 തിങ്കത്തിൽ എന്ത് വിഷയം വരുമ്പോഴും പഷ്ടങ്ങ ചൊല്ലത്, ഉസ്താദെ ഹമീദ് ഉസ്താദിന്റെ മുഖം കാണണോ, ഉസ്താദെ ഹമീദ് ഉസ്താദിന്റെ നസിയത്ത് കേൾക്കണോ, ഉസ്താദ് ഹമീദ് ഉസ്താദിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു പേടിയാണ്. എന്തുകൊണ്ട്? അവരുടെ ഖൽബിൽ ഈമാൻ ഉള്ളത് കൊണ്ടാണ്. അവർ നട്ടുവെച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഒരൽപ്പം പോലും ചാഞ്ചലങ്ങളില്ലാതെ സമസ്തയെ മുറുകെ പിടിച്ച് ജീവിച്ച മഹാനാണ് മഹാനായ ഹമീദ് ഉസ്താദ്. അല്ലാഹു ദറജ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആ മഹാനോടൊപ്പം നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാരാവട്ടെ. അത്ര വലിയ മഹാന്മാർ നട്ടുവെച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഒരു ഖറാഅത്ത് പോലും ചെയ്യാത്ത മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള, നിങ്ങൾ നോക്ക്, സമസ്തയിൽ ഈ അടുത്ത് പ്രസിഡന്റായിരുന്ന കോയക്കുട്ടി ഉസ്താദ്, അവിടുത്തെ ചരിത്രം നിങ്ങൾ നോക്കി. എത്ര വലിയ കറാമത്തിന്റെ ഉടമയാണ്, എത്ര വലിയ മഹാനാണ്. മഹദിയായ ഞങ്ങൾ അന്ന് കേട്ട ചരിത്രമാണ്. മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മരിക്കടയിൽക്ക് മുന്നുള്ളൂ ഖബർ തോണ്ടി എടുത്തിട്ട് എല്ലാ ദിവസവും അതിൽ വെച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് ഉൾപ്പിടണിക്കത്തൊരു മഹദിയായിരുന്നു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ ജീവിച്ച് മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ഞങ്ങൾ കേട്ടോണ്ടുള്ളാറ്. അതേപോലെ ഒത്തിരി മഹാനാണ് സമസ്തയിൽ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത് നടന്നിരുന്ന മഹാനായ കോയക്കുട്ടി ഉസ്താദ് തന്റെ ഔത്തറ മുന്നുള്ള ഒരു ഖബറെടുക്കുകയാണ്. ആ ഖബറെടുത്തിട്ട് എല്ലാ നാളും അതിൽ വെച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്തിട്ട് ബോൾപിട്ടിട്ട് ഖുർആൻ പാരായണം ചെയ്തിട്ട് ആ ഖബറിൽ എഴുന്നേറ്റ് വരുന്ന മഹാനായിരുന്നു. ഈ മഹാപ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനായിരുന്നിട്ടുണ്ടെങ്കിൽ ഒരൽപ്പം പോലും കളങ്കമില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ സമസ്തയുടെ നേതാക്കളിൽ നിന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്താൻ പോവുകയാണ്. അതുകൊണ്ട് ഈ സമസ്തയെ പിടിച്ചാൽ എന്തു കിട്ടും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആഖിബത്താണ്. ഒരു മനുഷ്യന്റെ ദുനിയാവിലല്ല അവന്റെ ശാശ്വതമായ ജീവിതം, ദുനിയാവല്ല ഒരു മനുഷ്യന്റെ ശാശ്വത ജീവിതം. നാളെ ഖബറിൽ എല്ലാവരും മാപ്പിളെ പെഞ്ഞായി ഒരു അടിയാക്കിട്ടാകുമ്പോ പെഞ്ഞായി ചൊല്ലൊരു വാക്കുണ്ട്, ഒരിക്കൽ ഞാൻ മരിച്ചിനെങ്ങ് മയ്യാവുണ്ട്, നിങ്ങളെ ഈ ഉപദ്രവത്തിൽ ഞാൻ രക്ഷപ്പെടാതെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഖബറിലാണ് പൊന്നുമോനെ ഒരു മനുഷ്യന്റെ ജീവിതം തുടങ്ങുന്നത്. ആ ഖബറിൽ, അതായത് മരിക്കുന്ന സമയം മുതൽ അവന്റെ സ്വർഗത്തിലേക്ക് പോകുന്നത് വരെയാണ് അവന്റെ ജീവിതമെങ്കിൽ യഥാർത്ഥത്തിൽ ജീവിതം അതാണ്. മഹ്ശറ എന്ന് പറയുന്ന, പരലോകം എന്ന് പറയുന്ന ആ പള്ളിക്കാടാകുന്ന അൽ ഖബർ അവ്വലു മൻസിലിൽ മിൻ മനാസിലിൽ ആഖിറ എന്ന് പറഞ്ഞ ഈ തുടക്കത്തിന്റെ, ആഖിറത്തിന്റെ തുടക്കമായ ഖബർ എന്ന് പറയുന്ന ഭയാനകമായ വലിയ ബീവത്സ്യമായ നരകം പോലോത്ത ഒരുപാട് സൃഷ്ടികളെ കാണേണ്ട ഒരു ആഖിറ ലോകമുണ്ട് എന്നുള്ള ചിന്ത ഞങ്ങളെ ഖൽബിൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചോ. എന്ത് സമസ്തക്ക് പ്രവർത്തിച്ചിട്ട് എന്ത് കിട്ടി എന്ന് ചോദിക്കുന്നവരോട് ഒരു ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ ആഖിബത്ത് നന്നായി മരിക്കാൻ ഞങ്ങൾ സമസ്ത എന്ന് പറയുന്ന ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ തനി സ്വരൂപമായ സമസ്തയെ മുറുകെ പിടിച്ചാൽ മാത്രമാണ് ഞങ്ങൾക്ക് അതിന് സാധിക്കുന്നത്. യാതൊരു സംശയം അതിലില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ശംസുൽ ഉലമാന്റെ കഥ എടുത്ത് നോക്കൂ, ജബ്ബാർ ഉസ്താദിന്റെ കഥ എടുത്ത് നോക്കൂ. മരിക്കുന്നതിൽക്ക് ഒരൽപ്പം മുമ്പ് ഉസ്താദ് മോണ്ട ചൊന്നത്ര എന്റെ കുളിപ്പാട്ടറു. അങ്ങനെ മഹാനായ ജബ്ബാർ ഉസ്താദിനെ കുളിപ്പിക്കുകയാണ്. ഭാര്യട്ട് ചൊന്ന്, നീ ഇപ്പൊ അടുത്ത് വരണ്ട, നീ തെല്ല് ദൂരെ പോ. അങ്ങനെ ഭാര്യനെ ജബ്ബാർ ഉസ്താദിന്റെ മകന് ഉളു എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഉളു എല്ലാം കഴിഞ്ഞു കൊണ്ടുവന്നിട്ട് മഗ്രിബിന്റെ സമയം
ആ മഹാനായ ജബ്ബാർ ഉസ്താദിന്റെ എതിർക്കടുത്തിട്ടുണ്ടോ? ബാങ്കെല്ലാം കേൾക്കുന്നു. ഉസ്താദിന്റെ ചുറ്റുമിരുന്നിട്ട് ശിഷ്യന്മാരും ഉസ്താദിന്റെ മക്കൾ ഓതുന്നു. ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ചൊല്ലി ഒച്ചത്തിൽ ചൊല്ലി മരിക്കാനുള്ളൊരു ഭാഗ്യം അത് എന്തുകൊണ്ട് കിട്ടി എന്ന് പറഞ്ഞാൽ ശംസുൽ ഉലമ പോലോത്ത മഹാന്മാർ നട്ടുവെച്ച പ്രസ്ഥാനത്തിന് നെഞ്ഞിലോട്ട് ചേർത്ത് പിടിച്ച മഹാനായിരുന്നു ജബ്ബാർ ഉസ്താദ്. ശംസുൽ ഉലമന്റെ വഫാത്ത് നിങ്ങൾ നോക്കൂ. ഫാത്തിമ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മഹാനായ ശംസുൽ ഉലമ കിടക്കുകയാണ്. സുബഹിന്റെ ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നതിൽക്ക് മുന്നുള്ളൂ ഉസ്താദ് ശിഷ്യന്മാരുടെ ചൊന്ത് നിങ്ങൾ യാസീൻ ഓതുറു. അങ്ങനെ യാസീൻ ഓതാൻ തുടങ്ങുകയാണ്. അങ്ങനെ യാസീൻ ഓതിട്ട് യാസീൻ വൈലിഹി തുർജഊനെത്തി. അപ്പോഴാണ് സുബഹിന്റെ ബാങ്ക് ഇങ്ങനെ മനോഹരമായിട്ട് കേൾക്കുമ്പോ എല്ലാത്തിനും നല്ല ചന്തത്തിൽ ജവാബ് ചൊല്ലുമ്പോ മുഅസ്സിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസാനത്തെ പദം ചൊല്ലുമ്പോ മഹാനായ ശംസുൽ ഉലമ ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനോഹരമായി ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മരണത്തിന് കൊതിക്കുന്ന ഏതൊരു മുഅ്മിനുണ്ടെങ്കിൽ സമസ്ത എന്ന് പറയുന്ന മഹിത പ്രസ്ഥാനത്തിന് മുറുകെ പിടിച്ചോ. ഇത് പൈസ ഉണ്ടാക്കുകയോ ആൾമാരെ കാട്ടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യനെ ഡോങ്കിയാക്കി നടക്കുകയോ ഒരാളെ വിമർശിക്കുകയോ ഒന്നിനും ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൃത്യമായ ദീനിന്റെ നേരായ വഴിയാണ് സമസ്ത എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ലതുപോലെ ഈ സമസ്തക്ക് വേണ്ടി നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഒരൽപ്പം പോലും ഞങ്ങളെ സലഫി പോലോത്ത പുത്തൻവാദികൾ പോലോത്ത ഏത് ആശയത്തിലുള്ളങ്ങ വന്നിട്ട് നിങ്ങളെ മൈൻഡ് വാഷാക്കിടണിക്കത്ത ഒരു പ്രവർത്തനം നിങ്ങളെ ജീവിതത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവനെ കൈപോലും നിങ്ങൾ കൊടുക്കേണ്ട. നിങ്ങൾ വേറൊരു വഴിയിൽ പോയിട്ട് നിങ്ങൾ ഈമാനെ രക്ഷപ്പെടുത്തുന്ന സമസ്ത എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന് മുറുകെ പിടിച്ചിട്ട് അവിടുത്തെ ഔലിയാക്കൾ എന്താണോ പറഞ്ഞത്, എന്താണോ സിറാത്തുൽ മുസ്തഖീം, ആ സിറാത്തുൽ മുസ്തഖീമിനെ മുറുകെ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൂർത്തിയാക്കി തന്ന ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ചിട്ട് മഹാന്മാർ പറയുന്നത് പോലെ, ആ മഹാന്മാർ ചെയ്തതുപോലെ ഈ ദുനിയാവിൽ ജീവിച്ച് ഞങ്ങൾ നല്ല ആഖിബത്തോടെ മുത്തഖീങ്ങളുടെ ആഖിബത്ത് നല്ല രൂപത്തിലുള്ള ആഖിബത്തായി ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി, ഈ പരിസരത്തിന് വേണ്ടി, ഈ സംഘാടനക്ക് വേണ്ടിയിട്ട്, ഈ സമ്മേളനത്തിന് വേണ്ടിയിട്ട് ജാവും പോലും കഷ്ടപ്പെട്ടങ്ങുള്ളാറ്. ഒരുപാട് ബാപ്പാന്റെ പേരിൽ ദുആരക്കും ഉമ്മാന്റെ പേരിൽ ദുആരക്കും ഏതെല്ലാം രൂപത്തിൽ സ്വതക്ക തന്നങ്ങുള്ളാർ. അല്ലാഹു എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങൾ മരിക്കുന്ന കാലത്തോളം മഹാന്മാരായ ശംസുൽ ഉലമ, കണ്ണിയത്ത് ഉസ്താദ്, വറക്കൽ മുല്ലക്കോയ തങ്ങൾ, കേട്ടിമാനും മുസ്ലിയാർ പറയുന്ന എത്രയോ പണ്ഡിതന്മാരുടെ കാവൽ അല്ലാഹു ഞങ്ങൾക്ക് ജീവിക്കുന്ന കാലത്തോളം തന്ന് മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉച്ചത്തിൽ ചൊല്ലി മരിക്കാൻ നാഥനായ റബ്ബ് ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് വആഖിറ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.